ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി അറിയപ്പെടുന്ന യുദ്ധവിമാനമാണ് സുഖോയ് 30 MKI. റഷ്യൻ ലൈസൻസിന് കീഴിൽ HAL നിർമ്മിച്ച ഇരട്ട എഞ്ചിൻ ലോങ് റേഞ്ച് റഷ്യൻ വായുമേധാവിത്വ ഹെവി യുദ്ധവിമാനമാണ് സുഖോയ് 30. ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ J-20 കണ്ടെത്തുകയും പാകിസ്ഥാൻ F-16 നിന്നും വിക്ഷേപിച്ച നിരവധി അമ്ര മിസൈലുകളിൽ നിന്നും പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്ത ഇന്ത്യയുടെ സുഖോയ് 30 MKI അതിന്റെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ നിരവധി തവണ പ്രദർശിപ്പിച്ച ഒരു യുദ്ധവിമാനമാണ്. നമ്മുടെ അയൽവാസികളുടെ ഇന്ത്യൻ സുഖോയിയോടുള്ള ഭയം കാരണം ഈ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യകൾ മോഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്ന വാർത്തകൾ പലപ്പോഴും നാം കേൾക്കാറുണ്ട്. സൂപ്പർ സുഖോയ് എന്നതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഈ വിമാനങ്ങളെ മാരകമാക്കാൻ ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഒരുങ്ങുകയാണ്. സൂപ്പർ സുഖോയ് അതിന്റെ 4.5++ ജനറേഷൻ കുടുംബത്തിലെ ഏറ്റവും മികച്ച വിമാനമായിരിക്കുമെന്നതിൽ സംശയമില്ല. കൂടാതെ സൂപ്പർ സുഖോയിക്ക് ദക്ഷിണേഷ്യൻ മേഖലയിലെ ഏത് യുദ്ധവിമാനത്തെയും മറികടക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കാരണം സൂപ്പർ സുഖോയ് ചൈനയുടെ സുഖോയ് 30 MKIയേക്കാൾ വളരെ മികച്ചതായിരിക്കുമെന്നത് കൂടാതെ 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57 കഴിവുകൾക്ക് അടുത്തെത്തും ഈ വിമാനമെന്നും കരുതപ്പെടുന്നു. നിലവിലുള്ള സുഖോയ് 30 MKIക്ക് തന്നെ J-20 പോലെയുള്ള 5ാം തലമുറ പോരാളികളെ മികച്ച രീതിയിൽ കണ്ടെത്താൻ കഴിയും. കൂടാതെ നിലവിലെ സുഖോയ് 30 MKI അമേരിക്കൻ F-15 ഈഗിളിനെതിരെ അതിശയകരമായ 9:1 കിൽ റേഷ്യോയും യൂറോ ഫൈറ്റർ ടൈഫൂണിനെതിരെ 12:0 കിൽ റേഷ്യോയും കൈവരിച്ചിരുന്നു. ചൈനയുടെ 5ാം തലമുറ പോരാളികളെ കണ്ടെത്താനും പോരാടാനും നിലവിലെ സുഖോയ് 30 MKIക്ക് കഴിയുമെങ്കിലും സ്റ്റെൽത്ത് ഏവിയോണിക്സ് കഴിവുകൾ എന്നിവയിൽ പിന്നിലാണ്. കൂടാതെ ഇലക്ട്രോണിക് വാർഫെയർ കഴിവുകളിൽ നിലവിലെ സുഖോയ് 30 MKI സുഖോയ് 34നേക്കാളും പിന്നിലാണ്. അതിനാൽ അവ മെച്ചപ്പെടുത്തേണ്ടത് നിലവിലെ സാഹചര്യങ്ങളിൽ അത്യാവശ്യമാണ്. വരാനിരിക്കുന്ന സൂപ്പർ സുഖോയിക്ക് സ്റ്റെൽത്തിനായി ഘടനാപരമായ മാറ്റങ്ങൾ, മികച്ച എഞ്ചിൻ, മറ്റ് നിരവധി ഏവിയോണിക്സുകൾ എന്നിവ ഉണ്ടായിരിക്കും. സുഖോയ് 35 നിന്നും സുഖോയ് 57 നിന്നും സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സൂപ്പർ സുഖോയ് സുഖോയ് 35നേക്കാൾ മികച്ചതും സുഖോയ് 57നോട് അടുത്തു നിൽക്കുന്നതുമായ ഒരു പോരാളിയായി മാറും. ഇനി നമുക്ക് സൂപ്പർ സുഖോയ് അപ്ഗ്രേഡിൽ നിലവിലുള്ള സുഖോയ് 30 MKIയിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് വിശദമായി ഒന്ന് ചർച്ച ചെയ്യാം. സുഖോയ് 30 MKIയുടെ നിലവിലുള്ള N011 എംബാഴ്സ് റഡാർ ഉപയോഗിച്ച് 400 കിലോമീറ്റർ പരിധി വരെ വസ്തുക്കൾ തിരയാനും 200 കിലോമീറ്റർ പരിധിയിൽ ട്രാക്ക് ചെയ്യാനും കഴിയും. അതിനാൽ നിരവധി ആളുകൾ ഈ വിമാനത്തെ മിനി അവാക്സ് എന്നും വിളിക്കാറുണ്ട്. ഇതിനൊരേ സമയം 20 ടാർഗറ്റുകളെ ട്രാക്ക് ചെയ്യാനും അവയിൽ 8 എണ്ണത്തെ ഒരേ സമയം എൻഗേജ് ചെയ്യാനും കഴിയും. എന്നിരുന്നാലും നിലവിലെ റഡാർ AES റഡാർ അല്ലാത്തതുകൊണ്ട് ഇവയെ ശത്രുക്കൾക്ക് മികച്ച രീതിയിൽ ജാം ചെയ്യാൻ കഴിയും. എന്നാൽ സൂപ്പർ സുഖോയിക്ക് 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57 ഉപയോഗിക്കുന്ന അതേ റഡാറായ X-Band 036 ബയൽക്ക AES റഡാർ ആയിരിക്കും ഉണ്ടാകുക. ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സുഖോയ് 35ന്റെ റഡാറായ N035 RBC റഡാർ സൂപ്പർ സുഖോയിൽ സംയോജിപ്പിക്കാൻ കഴിയും. സുഖോയ് 30, സുഖോയ് 35 എന്നിവയുടെ റഡാറുകൾക്ക് ഏതാണ്ട് ഒരേ പരിധി തന്നെയാണ്. N035 RBCന് ഒരേ സമയം 30 വസ്തുക്കളെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും ഇവ PS റഡാർ ആയതിനാൽ സുഖോയ് 30യുടെ റഡാറിനെ പോലെ ഒരേ സമയം 8 ടാർഗറ്റിനെ മാത്രമേ ഇവയ്ക്ക് എൻഗേജ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ മുഴുവൻ പ്രോഗ്രാമും ആധുനിക ഘടകങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തീർച്ചയായും പഴയ PS റഡാർ ഇന്ത്യ സൂപ്പർ സുഖോയിൽ സംയോജിപ്പിക്കില്ല എന്നത് ഉറപ്പാണ്. കാരണം മൊത്തം AES റഡാർ മുതൽ X-Band 036 ബയൽക്ക റഡാർ വരെയുള്ള ആധുനിക AES റഡാറുകൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ധാരാളം ഓപ്ഷനുകളുണ്ട്. സൂപ്പർ സുഖോയ് പ്രോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ എഞ്ചിനുകളായിരിക്കും. സുഖോയ് 30 MKIയിൽ നിലവിൽ പരമാവധി 123 കിലോന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സാറ്റേൺ AL-31 ടർബോഫാൻ എഞ്ചിനുകളാണുള്ളത്. എന്നിരുന്നാലും സൂപ്പർ സുഖോയിയുടെ പുതിയ എഞ്ചിനുകൾ കൂടുതൽ ഏവിയോണിക്സുകൾ, ആയുധങ്ങൾ, ഇന്ധനം, മറ്റധിക കാര്യങ്ങൾ എന്നിവ വഹിക്കാൻ കഴിയുന്ന കൂടുതൽ ശക്തമായ എഞ്ചിനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും മികച്ച ഓപ്ഷനായി കണക്കാക്കപ്പെടുന്നത് സുഖോയ് 57ൽ നിലവിലുള്ള ഇസ്ഡേലിയ 30 എഞ്ചിനുകളാണ്. 176 കിലോന്യൂട്ടൺ ത്രസ്റ്റ് സൃഷ്ടിക്കാൻ കഴിയുന്ന എഞ്ചിനായതുകൊണ്ട് ഇത് സൂപ്പർ സുഖോയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അല്ലെങ്കിൽ മറ്റ് ഓപ്ഷനായുള്ളത് സുഖോയ് 35ന്റെ എഞ്ചിനായ AL-41 F1S എഞ്ചിനാണ്. ഈ എഞ്ചിനുകൾക്ക് 142.2 കിലോന്യൂട്ടൺ ത്രസ്റ്റ് സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ സുഖോയ് 57 എഞ്ചിനുകൾക്ക് സുഖോയ് 35ന്റെ എഞ്ചിനേക്കാൾ 30% ഭാരം കുറവായതിനാൽ സാധ്യത സുഖോയ് 57 എഞ്ചിനുകൾക്കാണ്. ഒരു യുദ്ധവിമാനത്തിന്റെ റഡാറിനെ നിർണ്ണയിക്കുന്നതിൽ എഞ്ചിനുകൾക്ക് വലിയൊരു പങ്കുണ്ട്. സുഖോയ് 57 അല്ലെങ്കിൽ സുഖോയ് 35 എന്നിവയുടെ റഡാറിന് ശക്തമായൊരു എഞ്ചിൻ ആവശ്യമുണ്ട്.
ഈ റഡാറുകളിൽ ഏതെങ്കിലും തെറ്റായ എഞ്ചിനാണ് തിരഞ്ഞെടുത്തതെങ്കിൽ സുഖോയ് 30 MKയ്ക്ക് ചെങ്ഡു J-20യുടെ അതേ അവസ്ഥയായിരിക്കും ഉണ്ടാകുക. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ ചിലപ്പോൾ റഷ്യൻ എഞ്ചിനുകൾ തിരഞ്ഞെടുക്കില്ല എന്നും പറയപ്പെടുന്നു. റഷ്യൻ എഞ്ചിനുകൾക്ക് ശക്തമായ അറ്റകുറ്റപ്പണികളില്ലെങ്കിലും നിലവിൽ ഇന്ത്യ ഫ്രാൻസ് നെക്സ്റ്റ് ജനറേഷൻ എഞ്ചിൻ മുതൽ അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ എഞ്ചിനുകൾ ഉൾപ്പെടെ ധാരാളം ഓപ്ഷനുകളുണ്ട്. സൂപ്പർ സുഖോയിയുടെ ആയുധ പാറ്റേണിലെ പ്രധാന മാറ്റം അതിന് 300 മുതൽ 350 കിലോമീറ്റർ വരെ റേഞ്ചുള്ള 3 ബ്രഹ്മോസ് മിസൈൽ വഹിക്കാൻ കഴിയുമെന്നതാണ്. കൂടാതെ ഇവയിലെ പുതിയ AES റഡാറിന് BVR മിസൈലുകൾ പോലെയുള്ള ദീർഘദൂര മിസൈലുകളെ നിയന്ത്രിക്കാൻ കഴിയും. അതിനാൽ സുഖോയ് 30 MKയിൽ നിലവിലുള്ള R-77 മിസൈലുകളേക്കാൾ മികച്ച അസ്ത്ര BVR മിസൈലുകളെ സൂപ്പർ സുഖോയിൽ ഉൾക്കൊള്ളാൻ കഴിയും. അതോടൊപ്പം ഷോർട്ട് റേഞ്ച് മിസൈൽ വിഭാഗത്തിൽ നൂതന ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്രം സൂപ്പർ സുഖോയ്ക്കായി പരിഗണിക്കേണ്ട മികച്ച ഓപ്ഷനുകളിലൊന്നാണ്. ഇസ്രായേൽ, റഷ്യ, ഫ്രാൻസ് എന്നിവയുടെ ഉപസംവിധാനങ്ങൾക്കൊപ്പം വരുന്ന അനലോഗ് ഏവിയോണിക്സ് ആണ് നിലവിലെ സുഖോയ് 30 MKയിലുള്ളത്. സൂപ്പർ സുഖോയ് പ്രോഗ്രാമിൽ ആധുനിക ഡിജിറ്റൽ ഏവിയോണിക്സ് ഉപയോഗിച്ച് ഇവയെ മാറ്റിസ്ഥാപിക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നു. കൂടാതെ ദ്രുതി റഡാർ വാണിംഗ് സിസ്റ്റം, ഡ്യുവൽ കളർ മിസൈൽ അപ്രോച്ച് വാണിംഗ് സിസ്റ്റം, ഡെയറിന്റെ തദ്ദേശീയ ഹൈബാൻഡ് ജാമർ പോഡ് എന്നിവ സുഖോയ് 30 MKയുടെ ഇലക്ട്രോണിക് വാർഫെയർ കഴിവുകൾ വർദ്ധിപ്പിക്കും. പല ഇന്ത്യൻ പ്രതിരോധ പദ്ധതികളെയും പോലെ ഇതിലും ഏറ്റവും വലിയ നിയന്ത്രണം പ്രോഗ്രാമിന്റെ ബഡ്ജറ്റാണ്. ഇതിന്റെ പ്രതീക്ഷിച്ചിരുന്ന യഥാർത്ഥ ചെലവായ $8 ബില്യൺ നിന്നും $12 ബില്യൺ ഉയരുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്ന് നിലവിലുള്ള AL-31 എഞ്ചിനുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് വ്യോമസേന നിരസിച്ചതായും പ്രധാനമായും റഡാർ, ഏവിയോണിക്സ് എന്നിവയുടെ നവീകരണത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ മികച്ച റഡാർ സംയോജിപ്പിക്കുന്നതിനാൽ മികച്ച എഞ്ചിൻ കൂടി സുഖോയ് 30 MKയിൽ സംയോജിപ്പിക്കുമെന്ന് തന്നെയാണ്. ഇന്ത്യ സുഖോയ് 30 MK യുദ്ധവിമാനത്തിൽ ഇന്ത്യൻ, റഷ്യൻ സംവിധാനങ്ങൾക്ക് പുറമെ ഇസ്രായേലി, ഫ്രഞ്ച്, ദക്ഷിണാഫ്രിക്കൻ ഉപകരണങ്ങളും ഉപയോഗിച്ചു വരുന്നു. അതിനാൽ തദ്ദേശീയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സുഖോയ് 30 MKയുടെ തദ്ദേശീയവൽക്കരണത്തിനും നവീകരണത്തിനുമായി ഇന്ത്യ വെട്രിവാല എന്ന പദ്ധതി ആരംഭിച്ചു. ഈ പദ്ധതി അനുസരിച്ച് നിരവധി നൂതന സംയോജനങ്ങളാണ് സൂപ്പർ സുഖോയിൽ വരാൻ പോകുന്നത്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവയുടെ മിഷൻ കമ്പ്യൂട്ടർ കം ഡിസ്പ്ലേ പ്രോസസർ ഡിഫൻസ് ഏവിയോണിക്സ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ച MC486ഉം DP-30 MKയുമായിരിക്കും. റഡാർ കമ്പ്യൂട്ടറായി ഉപയോഗിക്കുക അതേ ഡിഫൻസ് ഏവിയോണിക്സ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് നിർമ്മിച്ച RC-1ഉം RC-2ഉമായിരിക്കും. ഇതോടൊപ്പം റഡാർ വാർണിംഗ് റിസീവർ തരംഗ് MK2ഉം ഒരു ഹൈ ആക്യുറസി ഡയറക്ഷൻ ഫൈൻഡിംഗ് മോഡ്യൂളും ഉണ്ടാകും. കൂടാതെ HAL രൂപകൽപ്പന ചെയ്ത ഫുൾ LCD നൂതന ഗ്ലാസ് കോക്പിറ്റും സൂപ്പർ സുഖോയിൽ ഉണ്ടായിരിക്കും. HAL നിർമ്മിച്ച ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ സ്യൂട്ട്, റഡാർ അൾട്ടിമീറ്റർ, LRD രൂപകൽപ്പന ചെയ്ത പ്രോഗ്രാമബിൾ സിഗ്നൽ പ്രോസസർ, ഡെയർ രൂപകൽപ്പന ചെയ്ത മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ എന്നിവയും സൂപ്പർ സുഖോയിൽ സംയോജിപ്പിക്കും. ഈ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും നിലവിൽ തേജസ് MK1, MK1A എന്നിവയിൽ ഉപയോഗിക്കുകയും ബാക്കിയുള്ളവ തേജസ് MK2വിലേക്ക് ആസൂത്രണവും ചെയ്തിരിക്കുന്നു. ഇന്ത്യക്ക് സുഖോയ് 30 MKയിലെ തദ്ദേശീയ സംവിധാനങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയും. കാരണം റഷ്യ പല രാജ്യങ്ങളിൽ നിന്നും സബ്സിസ്റ്റങ്ങൾ സംയോജിപ്പിക്കാൻ ഇന്ത്യയെ അനുവദിച്ചിട്ടുണ്ട്. 2020 ഡിസംബറിൽ റഷ്യൻ സൂപ്പർ സുഖോയ് അല്ലെങ്കിൽ സുഖോയ് 30 SM-2 പറക്കുമെന്ന് അനൌദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും വാർത്ത വന്നപ്പോഴാണ് വീണ്ടും സൂപ്പർ സുഖോയ് പ്രോഗ്രാം ചർച്ചയായത്. എയ്റോ ഇന്ത്യ 2019 പുറത്തിറങ്ങിയ ചില അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം സൂപ്പർ സുഖോയിൽ ഇന്ത്യ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു മുഴുവൻ ലിസ്റ്റ് തങ്ങൾക്ക് ലഭിച്ചുവെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നു. ഒരു റഷ്യൻ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യൻ സുഖോയ് ഫ്ലീറ്റുകൾ നവീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വ്യോമസേനയുടെ മുൻ എയർ ചീഫ് മാർഷൽ BS ധനോവ പറഞ്ഞിരുന്നു. MiG-21, MiG-27, MiG-29 എന്നിവയെ നവീകരിക്കാൻ റഷ്യ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. സൂപ്പർ സുഖോയ് പ്രോഗ്രാമിൽ ശരിയായ തുക നിക്ഷേപിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സുഖോയ് 30 5ാം തലമുറ ശേഷിയുള്ള മികച്ച 4.5++ ജനറേഷൻ പോരാളിയായി മാറുമെന്നതിൽ സംശയമില്ല. നമുക്കാവശ്യമുള്ളപ്പോഴെല്ലാം റഷ്യ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉപകരണങ്ങൾ സുഖോയിൽ ചേർക്കുന്നതിൽ നിന്നും റഷ്യ ഇന്ത്യയെ ഒരിക്കലും എതിർത്തിട്ടുമില്ല. ഘടനാപരമായ മാറ്റങ്ങളുടെ പദ്ധതികൾ കാരണം സുഖോയിൽ കൂടുതൽ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും സാധ്യത വർദ്ധിക്കുന്നു. ഇന്ത്യൻ സുഖോയ് 30 MKകൾ വളരെ ശക്തമായതുകൊണ്ടാണ് റഷ്യ പോലും അവരുടെ സുഖോയ് 30 SM-കൾ സുഖോയ് 30 SM-2വിലേക്ക് വികസിപ്പിക്കുന്നത്. ഒരിക്കൽ 50% കുറഞ്ഞ സുഖോയ് 30 MKയുടെ ലഭ്യതാ നിരക്ക് 70% എത്തിക്കാൻ ഈ പ്രോഗ്രാം ഇന്ത്യയെ സഹായിക്കും.